എൻഗേജ്മെൻറ്റ് അതുപോലെ തന്നെ ഓണൊക്കെ വരില്ലേ. അപ്പോൾ അതിന് വേണ്ടി ഒരു സിമ്പിൾ ഒരു മേക്കപ്പ് ലുക്കാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബേസിക് സ്കിൻ കെയർ ഒക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ടോണർ ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു, അതുപോലെ തന്നെ സൺസ്ക്രീൻ, അങ്ങനത്തെ എല്ലാം കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിപ് ബാം ഒക്കെ ഇട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഫൗണ്ടേഷൻ ഇടാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകാം. അത് നിങ്ങൾക്ക് കൂടി കാണിച്ചതെന്ന് വിചാരിച്ചു. സോ ഇതാദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് മെബിലൈൻ്റെ ഇതാട്ടോ ഫൗണ്ടേഷനാണ്. കുറച്ച് കൈയൊക്കെ തന്നെയാണ് എൻ്റെ മേക്കപ്പ് പാലറ്റ് എന്ന് പറയുന്നത്. ഞാനിട്ട് പിന്നെ ഇത് സ്പഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി ഞാനൊന്ന് വെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെ മുഖത്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മുടെ കഴുത്തിലും ചെയ്യണം. അല്ലെങ്കിൽ രണ്ട് കളറായിട്ടിരിക്കും. അത് കുറച്ച് വൃത്തിയായിട്ട് ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്ക് ഉണ്ട്. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കളർ കറക്റ്റ് കേട്ടോ. കുറച്ച് എടുക്കാറുള്ളൂ, ഞാൻ യൂസ് ചെയ്യാറൊന്നും കൂടില്ല. നെക്സ്റ്റ് നമുക്ക് കോമ്പാക്ട് പൗഡർ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാൻ വേറെ കൺസീലർ അങ്ങനെ കാര്യമൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കില്ല. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് പൗഡർ. ഇതും മെബിലൈൻ തന്നെയാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് മേടിച്ചതാണ്. പാക്കേജിങ് തുറക്കണേ ഉള്ളൂ. ട്രൈ ചെയ്തോ. ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. ഇതാണ് ഏറ്റവും എനിക്കിഷ്ടമുള്ളത്. ഐബ്രോ ഫില്ല് ചെയ്യാനാണ്. പക്ഷേ ഏറ്റവും പണിയിട്ടുള്ളതും ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റ് കേട്ടോ. ഇത് കുറേ നാളായി മേടിച്ചിട്ട് കഴിയാറായിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് നമ്മൾ ബ്രൗൺ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു അറ്റത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ വെച്ച് ഫില്ല് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇത് അത്യാവശ്യം പണിയുള്ള ഇതാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതിന് തന്നെ ബ്രഷ് എടുത്തിട്ട് ഇവിടെ ഈ ഫ്രണ്ടിലത്തെ ഭാഗത്ത് ബ്രൗൺ വെച്ച് ഫില്ല് ചെയ്യും. നമ്മൾ ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ ഒരുമാതിരി നമ്മൾ ഉണ്ടാക്കി വരച്ച പോയിരിക്കും. അപ്പം അത് വേണ്ട. നമുക്ക് നാച്ചുറൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബ്രൗൺ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് മതി. ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഈ അറ്റത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ ഡിഫറൻസ് ആണല്ലോ. നമുക്കങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു സ്പൂളി വെച്ചിട്ട് നമുക്കതൊന്ന് ഇത് ആക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് മര്യാദയ്ക്ക് ഇരിക്കുള്ളൂ. അതായത് ഇങ്ങനത്തെ ഇത് അപ്പോൾ ഇപ്പം എന്തായാലും ഒരു എൻഗേജ്മെന്റ് പോവാണ്. അപ്പം നമുക്ക് ഈ കണ്ണ് എഴുതുന്നേക്കാൾ മുമ്പ് ഒന്ന് ഐബ്രോ അല്ല ഐഷാഡോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാലറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് എല്ലാ ഡ്രസ്സിനെ കൂടെ മാച്ച് ആവുന്ന എല്ലാ കളേഴ്സും ഇതിലുണ്ട് കേട്ടോ. ഞാനൊരു എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടൊരു കളർ ബ്ലൂ അല്ല ഒരു ഗ്ലിറ്ററി ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡായിട്ട് എടുക്കണം. അതായത് ഈ ഷെയ്ഡ് അത് വെച്ചിട്ടൊന്ന്
അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി ഒന്നും എല്ലാം ചെകയുണ്ട് ഗൈസ്. അതല്ല മുമ്പേ ഇപ്പോഴായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇന്ന് അതിനോടിക്കൊന്നും മുഖം കാണിച്ചോ? ഇതാണ് എൻ്റെ അനിയത്തി ഗൈസ്. അവളും എൻ്റെ കൂടെ എൻഗേജ്മെൻറ്റ് വരുന്നത്. അപ്പം കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ റീസെൻ്റ് ആയിട്ട് മേടിച്ച ഒരു എൻവൈബയുടെ കാച്ചിട്ട് ഇവർ ട്രൈ ചെയ്ത് നോക്കാം. ഒരു എൻവൈബയുടെ പുതിയത് മേടിച്ചു ആദ്യമായിട്ട് ഉദ്ഘാടനം. പക്ഷേ ഈ കണ്ണൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ വെച്ച് എഴുതാൻ പറ്റില്ല ഗൈസ്. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും. കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ലിപ് ലൈനർ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊട്ടിട്ട് കൊടുക്കാം. പൊട്ടിന് രണ്ട് ഓപ്ഷനുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു കല്ലിപ്പൊട്ടും പിന്നെ ഇങ്ങനെ അതിലുള്ള ഒരു കളപ്പൊട്ടും. എനിക്കൊന്നും ഇതാണ് ഞാൻ എപ്പോഴും മെറൂൺ കളർ ഇടാറ്. മെറൂൺ കളർ നമുക്ക് നോക്കാം. ബ്രൗൺ കളർ വലുതാക്കിയിട്ടുണ്ട്. വലുതാക്ക് ബ്ലഷ് ഇട്ടോ? ബ്ലഷ് ഹൈലൈറ്റ് ഇട്ട് കൊടുക്കാം. ബ്ലഷിനേക്കാൾ എനിക്കിഷ്ടം ഹൈലൈറ്ററാണ്. ഹൈലൈറ്റ് ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ ഫുള്ളായിട്ട് ജസ്റ്റ് തള്ളിക്കാൻ. വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ. എൻ്റെ കയ്യിലേക്ക് കമ്മലൊക്കെ ഇട്ടിട്ട് സോ എന്നിട്ട് വിടാൻ പോയതാണ്. എന്താണെന്ന് അറിയില്ല. ബ്ലഷാണെന്ന് ഇടാൻ പോയത്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാ. വീഡിയോ എടുക്കുമ്പോ ഒരാള് വിളിക്കുക, പിന്നെ ഈ ഫോണിൽ തട്ട മുടിയാക്കുക, അതൊക്കെയാണ് ഇവിടെ. വീഡിയോ എടുക്കാൻ കൂടി വെച്ചാൽ മേക്കില്ല ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.